സംസ്ഥാനത്തെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിലെ ഔട്ടർ റിംഗ് റോഡ് തകരുന്നത് തുടർച്ചയായിട്ടും അധികൃതർക്ക് നിസ്സംഗത. അഴുക്കുചാൽ പദ്ധതിയുടെ ഭാഗമായി വെട്ടിപ്പൊളിക്കലും മണ്ണിട്ട് മൂടലും തുടർച്ചയായതോടെയാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണം. പൊതുമരാമത്ത് വകുപ്പും ജല അതോറിറ്റിയും തമ്മിലുള്ള വകുപ്പുതല തർക്കവും റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് തടസ്സമാകുന്നു. പലകുറി പറഞ്ഞതാണ് ഗുരുവായൂരിലെ ഈ പാതയെക്കുറിച്ച്. ഇനി തീർത്ഥാടകരും ജനവും പറയട്ടെ. ഗുരുവായൂരിന്റെ വികസനം എന്ന് മാത്രം മറ്റേ പത്രങ്ങളിലും വാർത്തകളിലും മാത്രം ഒതുങ്ങാണ്. ശ്വാസം മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥ, ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ ഇവിടെ ഇപ്പോൾ. 5 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിയുടെ ഭാഗമായുള്ള റോഡ് കുഴിക്കൽ. ഇനിയും 500 മീറ്റർ കൂടി പൈപ്പിടൽ പൂർത്തിയാക്കാനുണ്ട്. കുഴിച്ചും മണ്ണിട്ട് നികത്തിയും ഗുരുവായൂരിലെ തെക്കേനട ഔട്ടർ റിംഗ് റോഡിന്റെ അവസ്ഥ ഇതാ ഇങ്ങനെയായി. കരാറുകാരന് മേൽ സമ്മർദ്ദം ചെലുത്തി റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ ജല അതോറിറ്റിയോ പൊതുമരാമത്ത് വകുപ്പോ തയ്യാറാകുന്നില്ലെന്നാണ് വാസ്തവം. ഈ വഴിയിലൂടെ പോകുമ്പോൾ ആക്സിലോടിയ പഞ്ചറാവുക, മിക്കവാറും എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഒരു നന്നാക്കും, പിന്നെ കേടുവരും, എന്നും ആക്സിഡന്റും കാര്യങ്ങളാണ് ഉള്ളത്. എത്ര പണിതാലും തീരാത്ത ഒരു അഴുക്കുചാൽ പദ്ധതിയും തകർന്ന പാതകളും. ഗുരുവായൂരിന് എന്നാണ് ഇതിൽ നിന്നും ശാപമോക്ഷം ഉണ്ടാവുക? ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.